എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് ഉൽപാദന പ്രക്രിയയിലൂടെ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കേരള PSC ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് നമ്മൾ സാധനങ്ങൾ എന്ന് പറയാം. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ സാധനങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള വസ്തുക്കളാണ്. രണ്ടാമത്തെ ചോദ്യം: മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ പറയുക. കൃഷി ഇറക്കി അല്ലെങ്കിൽ നെല്ലൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയുക. അതേപോലെ മനുഷ്യന്റെ ഏതൊരാവശ്യങ്ങളും അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയാം. ഈ ഒരു ഉൽപാദനത്തിന്റെ ഫലമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കും. എളുപ്പമുള്ള കാര്യങ്ങളാണ്, എന്നിരുന്നാലും പോയിന്റുകളൊന്നും വിട്ടുപോകരുത് എന്ന കാരണത്താലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഉൽപാദനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് തൊഴില്, ഭൂമി, മൂലധനം, സംഘാടനം എന്നിവ. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് തൊഴിൽ, ഭൂമി, മൂലധനം, സംഘാടനം എന്നിവ. ഉൽപാദന ഘടകമായിട്ടുള്ള ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. ഉൽപാദന ഘടകമായിട്ടുള്ള ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി മറ്റൊരാളുടെ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവർക്ക് പാട്ടം കൊടുക്കും. ആ ഒരു കാര്യം ഓർത്താ മതി. അപ്പൊ എന്താണ്? ഉൽപാദന ഘടകമായിട്ടുള്ള ഭൂമിയുടെ പ്രതിഫലത്തെ നമുക്ക് പാട്ടം എന്ന് പറയാം. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെ നമ്മൾ തൊഴിലെടുക്കുക എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ഒരു സാധനങ്ങളും വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ആ ഒരു തൊഴിലാളികൾ കായികപരമായിട്ടുള്ള അധ്വാനം ഉണ്ടാവും, മാനസികപരമായിട്ടുള്ള അധ്വാനം ഉണ്ടാവും, ബുദ്ധിപരവുമായിട്ടുള്ള അധ്വാനങ്ങൾ ഉണ്ടാവും. ഇവയൊക്കെ ഉപയോഗിക്കുന്നതിന് നമ്മൾ തൊഴിൽ എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുക. ഇനി തൊഴിലാളി നൽകുന്ന അധ്വാനത്തിനുള്ള പ്രതിഫലമാണ് കൂലി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള കൂലി ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളെയാണ് നമ്മൾ മൂലധനം എന്ന് പറയുന്നത്. അപ്പൊ മൂലധനം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഈ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സാധനം കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂലധനത്തിൽ പ്രധാനമായും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, മറ്റനേകം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടിച്ചേർക്കാൻ പറ്റും. ഈ ഒരു മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ. മൂലധനത്തിനുള്ള പ്രതിഫലമാണ് പലിശ എന്ന് പറയുന്നത്. ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴില്, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് നമ്മൾ സംഘാടനം എന്ന് പറയാം. നമ്മളൊരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ അത് നല്ല രീതിയിൽ സംഘാടനം ചെയ്താൽ മാത്രമേ അതൊരു നല്ല പരിപാടിയായിട്ട് നടക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ ഈ ഒരു ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴില്, മൂലധനം എന്നിവയെ നമ്മൾ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സംഘാടനം എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴില്, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കുന്ന വ്യക്തി സംഘാടകൻ എന്നറിയപ്പെടും. അപ്പൊ സംഘാടനം ചെയ്യുന്ന വ്യക്തിയെ എന്ത് നമ്മൾ വിളിക്കുന്നു?
സംഘാടകൻ എന്ന് വിളിക്കുന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമാണ് സേവനങ്ങൾ എന്ന് കഴിയാത്തതുമാണ് സേവനങ്ങൾ എന്ന് പറയുന്നത്. സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാൾ ഒരു സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. എന്നാൽ ആ ഒരു സേവനം കൊണ്ട് നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും. നമുക്കത് കാണാനും കഴിയും. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സേവനത്തെ നമുക്ക് സ്പർശിച്ചു നോക്കാനൊന്നും കഴിയില്ല. അത്തരത്തില് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയാത്തതുമാണ് ഈ ഒരു സേവനങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ സേവന മേഖലയിൽ പെടുന്ന ആളുകളാണ് അധ്യാപകര്, ഡോക്ടർ, അതേപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവ. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൾപ്പെടുന്നതാണ് വിജ്ഞാന മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിജ്ഞാന മൂലധനത്തില് എന്തൊക്കെയാണ് ഉൾപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവുമാണ് ഈ ഒരു വിജ്ഞാന മൂലധനത്തിൽ ഉൾപ്പെടുക എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകുന്നത് ഏതിന്റെ നിരന്തര പ്രക്രിയയിലൂടെയാണ്? ഉൽപാദനവും ഉപഭോഗവും. അപ്പൊ നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു ചാക്രികമായിട്ട്, അതായത് ഒരു പ്രാവശ്യം ഒരു കാര്യം തുടങ്ങുക, പിന്നെ എന്താക്കുക, അതിലേക്ക് ഒന്നുകൂടെ പോവുക, അതിലേക്ക് ഒന്നുകൂടെ പോവുക, ഇതിനെയാണ് നമ്മൾ ചാക്രികം എന്ന് പറയുക. അപ്പൊ ഈ ഒരു നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകുന്നത് ഈ ഒരു ഉൽപാദനവും ഉപഭോഗവും എന്ന നിരന്തരമായിട്ടുള്ള പ്രക്രിയ. ആദ്യം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് ഉപയോഗിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട പൈസ ഈ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ കൈകളിലെത്തുന്നു, അവർ വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ആ ഒരു മുന്നേറ്റം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പോക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാക്കുന്നത് എന്തിന്റെ നിരന്തര പ്രക്രിയയിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഉൽപാദനത്തിന്റെയും ഉപഭോഗത്തിന്റെയും നിരന്തരമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഓരോ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റ് ആണ്. ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും PSC ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു പ്രശ്നം നേരിടുന്ന ഒരു ചാപ്റ്റർ ആണിത്. എന്നിരുന്നാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെ നമ്മൾ ഗാർഹിക യൂണിറ്റ് എന്നാണ് പറയുക. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ ഉൽപാദന യൂണിറ്റ് എന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റ് എന്നും പറയും. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഈ ഒരു ഗാർഹിക യൂണിറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴില്, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഈ ഒരു ഗാർഹിക യൂണിറ്റ് ആണ് എന്നുള്ളതും കൂടെ അവിടെ തിരിച്ചറിയാം. ഇനി 20-ാമത്തെയും അവസാനത്തെയും ഈ ഒരു ചാപ്റ്ററിലെ ചോദ്യമാണ്. ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് പ്രതിഫലമായിട്ട് നൽകുന്നതിനെയാണ് നമ്മൾ വില എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് പ്രതിഫലമായി നൽകുന്നതിനെയാണ് നമ്മൾ വില എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി അവിടെ മനസ്സിലാക്കുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. കുറച്ച് നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ എന്താക്കുക, ഈ ടേമുകളൊന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ബുക്കും കൂടി പറ്റുകയാണെങ്കിൽ നോക്കുക. PSCയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത്രയൊക്കെ ചോദിക്കൂ. ഇതിൽ തന്നെ പല ചോദ്യങ്ങളും ചോദിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും നമ്മൾ എടുക്കുന്ന ഒരു സീരീസിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഒരു ചോദ്യം പോലും വിട്ടുപോകരുത് എന്ന കാരണത്താലാണ് നമ്മളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ട് എന്ന്
തോന്നുകയാണെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതൊരു ചാനൽ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കൂടുമ്പോഴും വീഡിയോന്റെ ലൈക്കുകൾ കൂടുമ്പോഴൊക്കെ എനിക്കതൊരു നല്ല മോട്ടിവേഷൻ ആണ് തുടർന്നും വീഡിയോകൾ ചെയ്യാൻ. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.